Hi you all, we are going to Scotland. See you soon. Oh my God, I'm going to Scotland. വീഡിയോ എടുക്കണം മോളിലോട്ട് പോകുന്നു നമ്മുടെ സ്ഥിരം ബാബുവാ നടക്കാൻ അങ്ങട് മണ്ണിലേക്ക് പിടിച്ചോട്ടെ പിടിക്കാവോ അതിനകത്ത് പോയി കഴിഞ്ഞാൽ കുട്ടാട്ടമാണ് കൊച്ചു ഡബിൾ സ്കിച്ച് തപ്പിക്കൊണ്ടിരിക്കുന്നത് അച്ഛേ കൊച്ചു നമ്മളിപ്പോ ഡ്രോണിനെ വിട്ട് പനി വന്ന പിന്നെ ഒരു തണുത്ത ഒരു വെള്ളവും ക്രിപ്റ്റോനെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. നമ്മൾ ഇലുമിനാണ്ടികൾ ക്രിപ്റ്റോ വെച്ചാണ് ജീവിക്കുന്നത്, അറിയാലോ. ഇന്ന് രാത്രി നമ്മൾ മില്യനേഴ്സ് ആവുകയാണ്. 330 കോടിയിലേക്ക് എത്താൻ പോവുകയാണ്. വേണമെങ്കിൽ നീ കൂടി ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. 300 പൗണ്ട് ഇപ്പൊ ഒരു 30,000 പൗണ്ട് ആവുകയാണ്. നിങ്ങൾ ചോദിച്ച എല്ലാ തുകയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. ഉറപ്പല്ലേ അമ്മലെ? റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അത്രയ്ക്ക് ഭാഗ്യമുള്ളവരാണ് ഞാനെങ്കിൽ ആ ഭാഗ്യത്തിന്റെ ഒരു പങ്കിന് നിങ്ങൾ അതെ അതെ അതെ. എന്റെ സംഭവം ഇന്നാണ് കോയിൻ ഏറ്റവും കൂടി നിന്നത്. സച്ചി എപ്പ 300 കൊണ്ട് ഇട്ടു അത് കുറഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞോണ്ടിരിക്കും. ട്രംപ് രാജിവെക്കേണ്ടി വരാൻ അവസ്ഥയായി. വെറുതെ അത്രയ്ക്ക് ഭാഗ്യമുള്ള ഒരു ബാറ്ററിക്കാണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്തല്ലേ? ഈ 300 കൊണ്ട് 30,000 പൗണ്ട് ആവുകയാണ് പറയുന്ന സാധനം എല്ലാവർക്കും. ഭയങ്കര ചെറിയ ആഗ്രഹം. ബിറ്റ് കോയിന് വളരാമെങ്കിൽ ട്രംപിന്റെ കോയിന് വളർന്ന എന്താ കുഴപ്പം? സുപ്രഭാതത്തിൽ അങ്ങനെയാണല്ലോ. ഇതെന്റെ ഒരു സംശയം ഇതാ, ഇങ്ങനെ പെട്ടെന്നൊക്കെ അങ്ങ് വളർന്നു കഴിഞ്ഞ് ഈ ലോകത്തുള്ള എല്ലാരും കോടീശ്വരന്മാരാകുകയല്ലേ? അങ്ങനെ അതിന്റെ അത്ര പോയിന്റ് ഉണ്ട്. എന്തോ പൈസക്കൊന്നും ഇവിടെ ഒരു വിലയില്ലേ? നീ ഇതിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടും, ചിലപ്പോ ചാകുന്നു. അത്രക്കൊരു ഭാഗ്യമുള്ളത് നിനക്ക്. പിന്നല്ല എന്റെ പോലെ ഞാൻ ആര് കോടീശ്വരനായത്. ആഴ്ച അങ്ങനെയാണ് അടുത്ത ആഴ്ച യൂറോപ്പ് ട്രിപ്പ്. ചെങ്കടൊന്നും ഇല്ല, ഇല്ലീഗലായിട്ട് കയറുക. ഒരു റെന്റിനെടുത്ത്. അത് പണ്ടത്തെ കാലത്താ, കാരണവന്മാരുടെ പ്രയോഗ, നമുക്ക് മനസ്സിലാവില്ല. അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി പോകുന്നുണ്ടോ? അമ്മച്ചി പറഞ്ഞു ഇവര് തന്നെയാണ് അമ്മച്ചിക്കത്. 2 ഒരിക്കലും ഇവിടുന്ന് പോയതായിരുന്നല്ലോ. ഇവിടെയുള്ള എല്ലാവർക്കും തൂറ്റുമല്ല ബാത്റൂമിൽ ഇത്രയും തിരക്ക് വരാൻ. ഇപ്പോഴാണ് സമാധാനം. ഇനി മന്തി കഴിക്കാന്ന് പറയും. ഇങ്ങോട്ട് പോയി. ഇപ്പൊ പറയാം. Listen everybody. അയ്യോ ഷോ എടുത്ത് മേടിച്ചത്. ഓ എന്റെ മോനെ, പുള്ളി ആ വരയിട്ടത് കാണിച്ചതാ. സൈഡിലേക്കൊക്കെ ചെരിക്കുന്നു. സ്കോട്ട്ലൻഡ് തെരുവുകളിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാണുന്നത്? ലണ്ടൻ പോലത്തെ സിറ്റി, അതുകൊണ്ട് എത്ര റേറ്റ് പാർട്ടി. ലണ്ടൻ വിത്തൗട്ട് ട്രാഫിക്. നീ എന്താ
നമ്മൾ ടെററിസ്റ്റ് ആണ്, രാജ്യത്തെ ടൂറിസ്റ്റ് അല്ല, നമ്മൾ അവരാ പറഞ്ഞത് ഇതാ ടർക്കിക്കാരൻ. എന്ത് പറഞ്ഞവര് വിഷയമാണോ അവര്? എനിക്കറിയത്തില്ല. ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് 7 മിനിറ്റ് 7 മിനിറ്റ് 17 മിനിറ്റ് ആകാത്തോ? 7 മിനിറ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഇറങ്ങിയില്ലല്ലോ. കാര്യം പേടിയില്ല. ആരും പേടിക്കണ്ട. അച്ഛനാറിനെ ഇടപെടേണ്ടി വരും മിക്കവാറും. സ്റ്റുഡന്റ് പീരീഡില് നമുക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടെന്ന് പറഞ്ഞ് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി അവര് തിരുമ്പി തരും. എന്താ ചെയ്യണ്ടേ? സൈക്കോളജിസ്റ്റ് അല്ല, മറ്റൊരു സാധനം ഫിസിയോതെറാപ്പി. അതിന്റെ മസാജ് ചെയ്ത് നമ്മളെവിടെ പോയാലും അങ്ങനെയാണല്ലോ, മന്തി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി. വെറൈറ്റി ആയിട്ട് ചിക്കൻ മന്തി എടുത്തു. കാന്താരി അൽഫാം 3 പേരില്ലേ, ഒരു ഫുൾ മന്തി പിന്നെ കാന്താരി എന്നാ വേറെ എന്നാക്കിയാണ് കാന്താരിയൊക്കെ പെരിപ്പരി ഒരു 2 ക്വാർട്ടർ പെരിപ്പരി കാന്താരി പെരിപ്പരി എല്ലാരും തീരുമാനത്തിലാണ്. 2 പെരിപ്പരി. നീയൊക്കെ എന്താ? സാഴക്കുഴി. അപ്പൊ ഒരു ഫുൾ സാധാ കുഴി കാന്താരി ഇച്ചിരി ടഫ് സാധനം. നിനക്കും പെരിപ്പരി അല്ല? 3 പെരിപ്പരി. കൺഫ്യൂഷനായി, സച്ചി കുളമായി. ഫുൾ ഫാമിലി ആയിട്ടാ കച്ചവടം. ഒരു ണ്ടോ? ആർട്ടിസ്റ്റിക് ആയിട്ട് എടുത്തേ. അതെ 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 മൊബൈലിനകത്തോട്ട് ഓർഡർ റെഡിയാണോ? പറഞ്ഞേരാ. ചേട്ടാ ഒരു ഫുൾ ചിക്കൻ മന്തി. ഫുൾ ചിക്കൻ മന്തി. പിന്നെ പെരിപ്പരി ആരൊക്കെ? 3 പേര്. പെരിപ്പരി 3 പെരിപ്പരി ക്വാർട്ടർ കാന്താരി ഒരു കാന്താരി സാധാ. ഇനി മറ്റേ മുളക് ഉണ്ട്, പച്ചമുളക്. ബാക്കി എല്ലാ മുളകും പറഞ്ഞു. ആ അത് പറഞ്ഞേക്കാം. ഒരു ചിക്കൻ ബീഫ് ദം ബിരിയാണി. ചിക്കൻ ദം പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് കുറച്ച് കോൺഗ്രസ് ആൾക്കാരെ വിളിച്ചു വരുന്ന ഒരു പാട്ട് ഒരു പീസല്ലേ കാണും. ചേട്ടാ മന്തി ആയിരുന്നില്ല. ആ സെക്കൻഡ് കഴിഞ്ഞു. എപ്പോ പോവാണ് അട കത്തിച്ചിട്ടാണ്. അങ്ങനെയാണ് ഇപ്പൊ അവിടെ പോയി പെല്ലാ റൈസും വാങ്ങിച്ച് വീട്ടിൽ പോയി മന്തി ഉണ്ടാക്കുന്നത്. അമഞ്ഞല്ലേ ഉദ്ദേശിച്ചത്? ഒരു ഫുൾ അൽഫാം, സോറി ഒരു ഫുൾ ചിക്കൻ മന്തി, 3 പെരി പെരി മന്തി, ഒരു കാന്താരി മന്തി, ഒരു ബീഫ് ബിരിയാണി, ദം ബിരിയാണി. പിന്നെ എല്ലാം ആയോ? 1 2 3 4 4 7 9 കിലോ കൂട്ടായിരുന്നു. ഡ്രിങ്ക്സോ സ്റ്റാർട്ടറോ എന്തെങ്കിലും? ഒരു കമന്റ് ഇങ്ങോട്ട് പാസ് ചെയ്യാം.
പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ടല്ലേ? എസൻസ് ആയിരിക്കും. നമ്മളുടെ ഒരു പടത്തിൽ ഇപ്പോഴും ഉണ്ട് 5 ഓർമ്മ. ഞാൻ ശരിയാക്കി തരാം. ലസ്സി കിട്ടിയില്ലെന്ന് പറഞ്ഞാണോ? യൂട്യൂബിന്റെ കളറുള്ള സാധനത്തിന് എസൻസ് ആണ് പറയുന്നത്. പൈനാപ്പിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നത് മാത്രം മതി പൊളിഞ്ഞിടും. ഇഷ്ടപ്പെട്ടു. ഒരു സ്പൂൺ